നവയുഗ കായിക മുന്നേറ്റങ്ങൾക്ക് പുതിയ മാനങ്ങൾ കുറിച്ചുകൊണ്ട് കടയിരിപ്പ് സെന്റ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച അത്യാധുനിക അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സ് പീറ്റേറിയൻ സ്പോർട്സ് അരീന എന്ന പേരിൽ നാടിന് സമർപ്പിക്കുന്നു. ഓഗസ്റ്റ് 1 തീയതി ശനിയാഴ്ച വൈകിട്ട് 7:30 നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ ഡിജിറ്റൽ അൺവീലിംഗ് കർമ്മവും നിർവഹിക്കും. 16,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ രാവും പകലും ഒരുപോലെ കായിക പരിശീലനം സാധ്യമാക്കുന്ന ഫ്ലഡ് ലൈറ്റ് സൗകര്യങ്ങളോടെയാണ് ഈ ബൃഹത്തായ സ്പോർട്സ് കോംപ്ലക്സ് സജ്ജമാക്കിയിരിക്കുന്നത്. എക്സ്ക്ലൂസീവ് ബാസ്കറ്റ് ബോൾ കോർട്ടിന് പുറമെ ബാസ്കറ്റ് ബോളിനും വോളിബോളിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മൾട്ടി പർപ്പസ് കോർട്ട്, അന്താരാഷ്ട്ര ട്രെൻഡുകൾ ഉൾക്കൊണ്ട് നിർമ്മിച്ച 2 പിക്കിൾ ബോൾ കോർട്ടുകളും ഇൻഡോർ ക്രിക്കറ്റ് പ്രാക്ടീസിംഗ് നെറ്റും, കായിക താരങ്ങൾക്ക് ഉന്മേഷം വീണ്ടെടുക്കുവാനുള്ള വിശ്രമ കേന്ദ്രം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം എന്നിവയോടെയാണ് ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ഥിരമായ കായിക പരിശീലനം കുട്ടികളുടെ ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അച്ചടക്കം, സമയനിഷ്ഠ, ടീം വർക്ക്, നേതൃത്വ ഗുണം, പരാജയങ്ങളെ അതിജീവിക്കുവാനുള്ള മാനസിക കരുത്ത് എന്നിവ വളർത്തുമെന്നും ഈ അത്യാധുനിക സൗകര്യം വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വലിയ തണലാകുമെന്നും ട്രസ്റ്റ് സെക്രട്ടറി അജു ജേക്കബ് പറഞ്ഞു. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ പ്രദേശത്തെ കായിക പ്രേമികൾക്കും പീറ്റേറിയൻ സ്പോർട്സ് അരീന തുറന്നു നൽകും. ആഴ്ചയിൽ എല്ലാ ദിവസവും മണിക്കൂർ അടിസ്ഥാനത്തിലും മാസാടിസ്ഥാനത്തിലുള്ള പ്രത്യേക പാക്കേജുകളിലൂടെയും ഇവിടെ ബുക്ക് ചെയ്യാം. വരും ദിവസങ്ങളിൽ പ്രൊഫഷണൽ കോച്ചിംഗ് പ്രോഗ്രാമുകളും പ്രമുഖ ടൂർണമെന്റുകളും ഇവിടെ അരങ്ങേറും. നിരവധി സംസ്ഥാന, ദേശീയ കലാകായിക മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച് പരിചയസമ്പത്തുള്ള സെന്റ് പീറ്റേഴ്സ് സ്കൂളിൽ മികച്ച റെസിഡൻഷ്യൽ സൗകര്യങ്ങൾ, നീന്തൽ പരിശീലനത്തിനായി ഡോൾഫിൻ സ്വിമ്മിംഗ് പൂൾ, കിൻഡർ ഗാർട്ടൻ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലന സംവിധാനങ്ങൾ എന്നിവയും ലഭ്യമാണ്. കടയിരിപ്പിന്റെ പേര് കായിക ഭൂപടത്തിൽ തന്നെ കൂടുതൽ ശോഭിക്കുവാനുള്ള പ്രവർത്തനങ്ങളും തുടർന്നുണ്ടാകുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു.